ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ ഓട്ടട ഉണ്ടാക്കിയിട്ട് നേരാവണില്ല, ഫ്ലോപ്പായി പോവുകയാണെന്ന് പറയുന്നവരൊക്കെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂണ് ഉഴുന്നും. ഇതിപ്പോൾ രാവിലെയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ അരിയിലെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ. തരിയൊന്നും ഇല്ലാണ്ട് വേണം അരച്ചെടുക്കാൻ. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി കുറച്ച് ഇതിലേക്ക് ഒരു കയ്യിൽ ചോറാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി സ്കിപ്പ് ചെയ്യാം, അരിപ്പൊടി വേണമെന്നില്ല. നമുക്കതിന് പകരം അരി മാത്രമാണെങ്കിലും പിന്നെ കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിക്ക് കുറച്ചുകൂടെ ചോറ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാനാണ്. ചെറിയ ജീരകത്തിനോടൊപ്പം തന്നെ ഒരു അരമുറി തേങ്ങ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അരയരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. തേങ്ങ നന്നായിട്ട് അരഞ്ഞു പോകരുത്. എന്നിട്ട് അതും കൂടെ നമ്മുടെ ഈ കലക്കി വെച്ചതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ലാസ്റ്റ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ. ഓവർ കട്ടിയാവരുത്, ഓവർ ലൂസും ആയി പോകരുത്. നമുക്ക് ഓട്ടടൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം ഓരോ കയ്യിൽ വീതം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് തീ കൂടിയിട്ടുണ്ടെങ്കിൽ അടി നന്നായി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓവർ തീയിൽ വെക്കരുത്. അപ്പോൾ നമ്മുടെ പൂ പോലത്തെ നല്ല സോഫ്റ്റായ ഓട്ടട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.